നവകേരള ബസ് കട്ടപ്പുറത്ത് ഇതാണ് മാൻഡ്രേക്ക് എഫക്റ്റ്. നാട്ടുകാരെ പറ്റിക്കുവാൻ, കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ ഉപദേശിമാരുടെ നിർദ്ദേശമനുസരിച്ച് പിണറായി വിജയൻ തന്റെ റബ്ബർ സ്റ്റാമ്പ് മന്ത്രിമാരെയും കൊണ്ട് നവകേരള യാത്ര എന്ന പേരിൽ ഉല്ലാസയാത്ര നടത്തിയ ആ ബസ് കട്ടപ്പുറത്ത് അറ്റകുറ്റപ്പണിക്കായി വർക്ക്ഷോപ്പിലാണെന്നാണ് KSRTCയുടെ വിശദീകരണം. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഗരുഡ പ്രീമിയം സർവീസായി നവകേരള ബസ് ഓടിത്തുടങ്ങിയെങ്കിലും ആളില്ലാഞ്ഞതിനാൽ നേരത്തെ പലതവണ സർവീസ് മുടങ്ങിയിരുന്നു. ഇപ്പോൾ ഒരാൾ പോലും യാത്ര ചെയ്യുവാൻ ഇല്ലാതായതിനെ തുടർന്നാണ് നാണക്കേട് മറയ്ക്കുവാൻ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ വണ്ടി കട്ടപ്പുറത്ത് കയറ്റിയത്. ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ വൃത്തികെട്ടവന്മാരെ കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം വെറുക്കുന്നു എന്നുള്ളതാണ്. ഒരു ജനതയെ മുഴുവൻ കബളിപ്പിക്കുവാൻ നികൃഷ്ടജീവികൾ യാത്ര ചെയ്ത ഈ വൃത്തികെട്ട വണ്ടിയിൽ കയറി യാത്ര ചെയ്താൽ ആ പോകുന്ന യാത്ര പോലും മുടിഞ്ഞു പോകുന്ന അനുഭവമുള്ളത് കൊണ്ടാണ് ഈ വാഹനത്തിൽ കയറുവാൻ ജനങ്ങൾക്ക് പേടി എന്നാണ് അനുഭവസ്ഥരുടെ ഭാഷ്യം. എന്നാൽ ബസ് കഴിഞ്ഞ ഒരാഴ്ചയോളമായി വർക്ക്ഷോപ്പിലാണെന്നും ഇക്കാരണത്താലാണ് ഓട്ടം മുടങ്ങിയതെന്നുമാണ് KSRTC നൽകുന്ന വിശദീകരണം. നവകേരള സദസ് എന്ന പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന ബസ്സാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഗരുഡ പ്രീമിയം സർവീസായി ഓടിത്തുടങ്ങിയത്. എന്നാൽ കയറാൻ ആളില്ലാഞ്ഞതിനാൽ നേരത്തെയും ബസിന്റെ സർവീസ് മുടങ്ങിയിരുന്നു. ഇതിനുശേഷവും വിരലിലെണ്ണാവുന്ന യാത്രക്കാരുമായാണ് ബസ് സർവീസ് നടത്തിയത്. ഇപ്പോൾ സർവീസ് നിർത്തിയിരിക്കുന്നത് മെയിൻ്റനൻസ് വർക്ക് കാരണമാണെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിലാണ് ബസ് ഇപ്പോൾ ഉള്ളത്. ബസിന്റെ സമയം മാറ്റി പുനഃക്രമീകരിച്ചാൽ കൂടുതൽ ആളുകൾ കയറുമെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോഴത്തെ സമയക്രമീകരണമാണ് ബസ്സിൽ ആളുകൾ കയറുന്നതിന് തടസ്സമെന്നും KSRTC ജീവനക്കാർ പറയുന്നു. ഇതിനു മുമ്പ് 2 ദിവസം നിർത്തിവെച്ചിരുന്ന ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചപ്പോൾ വെറും 8 യാത്രക്കാരുമായാണ് കോഴിക്കോട് നിന്ന് ബസ് ബംഗളൂരുവിലേക്ക് പോയത്. ഒരു ദിവസം സർവീസ് നടത്തുന്നതിന് വണ്ടിയുടെ ചിലവ് തന്നെ 35,000-ൽ പരം രൂപ വേണ്ടിവരും. എന്നാൽ പല ദിവസവും ബസ്സിൽ നിന്ന് 10,000 രൂപ പോലും കളക്ഷൻ കിട്ടുന്നില്ല. പുഷ് ബാക്ക് സീറ്റുകൾ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ആധുനിക രീതിയിൽ AC, ശുചിമുറി, വാഷ് ബേസിൻ എല്ലാം ഉണ്ടെങ്കിലും പിണറായിയും സംഘവും സഞ്ചരിച്ച ബസ്സിൽ കയറുവാൻ പക്ഷേ ആളില്ല. കഴിഞ്ഞ ബുധനും വ്യാഴവും കയറുവാൻ ബുക്കിംഗ് ഇല്ലാഞ്ഞതിനാൽ ബസ് ഓടിയിരുന്നില്ല. ലക്ഷങ്ങൾ മുടക്കി ഇറക്കിയ ബസ് ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ കോഴിക്കോട്ടെ ചില കുഴൽപ്പണക്കടത്തുകാരുടെ സൗകര്യാർത്ഥം ബസ് സർവീസ് നടത്തുന്നതിനെതിരെ ആക്ഷേപവും ശക്തമാവുകയാണ്. മന്ത്രിയുടെ വേണ്ടപ്പെട്ടവരായ കോഴിക്കോട്ടെ ചില കുഴൽ പണക്കാർക്കായി ഇറക്കിയ ബസ് എന്ന വാർത്ത ശരിവെക്കുന്നതാണ് ഈ ബസിന്റെ റൂട്ടും സമയവും സമയക്രമീകരണവും എല്ലാം. കോഴിക്കോട് നിന്ന് പുലർച്ചെ 4 മണിക്കാണ് ബംഗളൂരുവിലേക്ക് ട്രിപ്പ് തുടങ്ങുന്നത്. തിരികെ ഉച്ചതിരിഞ്ഞ് 2 മണിക്കും. യാത്രാ നിരക്ക് 1240 രൂപ. സാധാരണ ജനങ്ങൾ യാത്ര ചെയ്യുന്ന സമയമല്ലിത്. കുഴൽപ്പണക്കടത്തുകാരും മലദ്വാർ ഗോൾഡ് കടത്തുകാരും ഒക്കെ യാത്ര ചെയ്യുന്ന റൂട്ടും സമയവും ഒക്കെയാണിത്. കുഴൽപ്പണക്കടത്തുകാരുടെ സൗകര്യാർത്ഥമുള്ള ഈ സമയക്രമീകരണമാണ് ബുക്കിംഗ് കുറയുന്നതിന് കാരണമെന്നാണ് ജീവനക്കാരുടെ വിലയിരുത്തൽ. ഷെഡ്യൂൾ സമയം മാറ്റണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ഡിപ്പോയിൽ നിന്നും അപേക്ഷ നൽകിയിട്ടും ഇതുവരെ തീരുമാനമൊന്നുമായിട്ടില്ല. നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ മെയ് മാസം 5 മുതലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ 1240 രൂപ നിരക്കിൽ സർവീസ് തുടങ്ങിയത്. പുലർച്ചെ 4 മണിക്ക് ബംഗളൂരുവിലേക്കും ഉച്ചതിരിഞ്ഞ് 2:30 തിരിച്ചുമുള്ള സർവീസുകളിൽ ആദ്യം മുതലേ യാത്രക്കാരില്ലായിരുന്നു. പിണറായിയുടെ നാറിയ ഭരണത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ നടത്തിയ യാത്രയാണ് ഈ നവകേരള യാത്ര. അതുപോലെ അന്നം കമ്മി അണികൾക്കും ഈ യാത്രയുടെ പേരിൽ കോടികൾ പിരിച്ചു പുട്ടടിക്കുവാനുള്ള അവസരമാണ് ഇവർ ഉണ്ടാക്കിയത്. ഇവർ കോടികൾ മുടക്കി ഈ യാത്ര നടത്തിയതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവരുടെ യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ പരിഹരിക്കപ്പെട്ടുമില്ല. ജനസമ്പർക്ക പരിപാടിയിൽ ഉമ്മൻചാണ്ടി ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചെങ്കിൽ വിജയനും തീവെട്ടുകളും 10 പുത്തൻ തടയുന്ന നാട്ടിലെ പ്രാഞ്ചികളെ മാത്രം കണ്ടു. അവരുമായി മാത്രം ഡീലുണ്ടാക്കി പോയി. ഈ യാത്ര കഴിഞ്ഞപ്പോൾ ADGP അജിത് കുമാർ അന്നേ പറഞ്ഞിരുന്നു ഇത് വിജയന് വേണ്ടി മാത്രമുള്ള ഒരു കാരവാനാക്കാമെന്ന്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഇത് ക്ലിപ്പ് ഹൗസിന്റെ പുറകിൽ കാലിത്തൊഴുത്തിനടുത്ത് ഇത് കൊണ്ടിടാമായിരുന്നു. ഒരു ഹെലികോപ്റ്റർ ഇതുപോലെ വാടകയ്ക്കെടുത്ത് യാതൊരു ആവശ്യവുമില്ലാതെ വെറുതെ കമ്മീഷൻ അടിക്കാൻ വേണ്ടി മാത്രം ഇതാ കൊണ്ടിട്ടിട്ടുണ്ട്. വിജയനും സെൽബന്ധുക്കളും യാത്ര ചെയ്ത ഈ ശകടം ഒരു മൊബൈൽ കക്കൂസാക്കി സർവീസ് നടത്തുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഇതിൽ കയറി അവരുടെ ആ പ്രതിഷേധം രേഖപ്പെടുത്തി ഈ വണ്ടിയെ അങ്ങ് ലാഭകരമാക്കുവാൻ സാധ്യതയുണ്ട്. അല്ലാതെ യാതൊരു സാധ്യതയും കാണുന്നില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.